إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء فأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. പടച്ചതമ്പുരാൻ്റെ വിനീതരായ അടിമകളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ സത്യവിശ്വാസികളായി ജീവിച്ച് മരിക്കണമെന്ന് ആദ്യം എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷ്മത പാലിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്കിരു കൂട്ടർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇന്ന് നാം ഒരു വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വേനലിൽ നമുക്ക് കിട്ടേണ്ട മഴ ലഭ്യമാകാതിരിക്കുകയും അതിൻ്റെ പേരിൽ ചില കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കൃഷി നാശങ്ങളും നഷ്ടങ്ങളും എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാട്, ആ നാട്ടിലെ ചില പ്രദേശങ്ങളിൽ മാത്രം ഒറ്റയും തറ്റയുമായിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ മഴ ലഭിച്ചു എന്നുള്ളതല്ലാതെ വ്യാപകമായി ആവശ്യമായൊരു മഴ ലഭ്യമാകാത്തതിൻ്റെ പേരിൽ ഇപ്പോഴും ജനങ്ങൾ കുടിവെള്ള ക്ഷാമവും മറ്റ് ഉപയോഗ രീതികൾക്കുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചരിത്രപരമായിട്ടെടുത്ത് നോക്കുകയാണെങ്കിൽ 44 നദികൾ ഒഴുകുന്നൊരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതിലെ അതിരുകളിലൂടെ സഹ്യപർവ്വതം കടന്നു പോകുന്നുമുണ്ട്. മഴക്കാലം നമുക്കൊരു പ്രളയ ദുരന്തമായതുപോലെ ചൂടുകാലം ഇന്ന് ഒരു വേനൽ ദുരന്തമായി മാറിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ചൂടനുഭവപ്പെട്ടത് സാധാരണഗതിയിൽ അനുഭവപ്പെടാറുള്ളത് പോലെ പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. ഏകദേശം 44 ഡിഗ്രിയിലേറെ 55ഓളം വന്ന ദിവസങ്ങളൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഈ ചൂടിനെയൊക്കെ
കണക്കാക്കപ്പെടുന്നത് ഒരു ദിവസത്തെ ചൂടിനെ എടുത്തിട്ടല്ലല്ലോ, നിങ്ങൾക്കറിയാം, അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നാം ഒന്ന് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പടച്ച തമ്പുരാൻ അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ റബ്ബ് നമ്മളോട് ചില പ്രതിവിധികളെയൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മളതിന് തയ്യാറായിട്ടുണ്ടോ എന്ന് അറിയില്ല. പല പ്രദേശങ്ങളിലും പലപ്പോഴും പലരും മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഇങ്ങനെ പള്ളികളിൽ അല്ലെങ്കിൽ ഖുതുബകളിലൊക്കെ നടത്തുമ്പോൾ ഇങ്ങനെ ആമീൻ പറയുകയും ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുമ്പോൾ ചെയ്യേണ്ട എല്ലാ പ്രതിവിധികളെയും സംബന്ധിച്ച് നാം പുണ്യത്തിന് വേണ്ടി ഓതിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പരിശുദ്ധ വചനങ്ങളായ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്: ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത്ത് ഐദിന്നാസ് ലിയുദീഖഹും ബഅദല്ലദീ അമിലു. പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന ചില വാക്യങ്ങൾ നമുക്ക് ഈ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സുകളിലൂടെ ഒന്ന് കടന്നു പോകേണ്ടതുണ്ട്. കരയിലും കടലിലും നാശമകപ്പെട്ടിട്ടുണ്ട് മനുഷ്യന്മാരുടെ ചില പ്രവർത്തനങ്ങൾ മൂലം. ഒരുപക്ഷെ അവരുടെ ആ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി അവർ അതിൽ നിന്ന് മടങ്ങിയേക്കാം. ലഅല്ലഹും യർജിഊൻ എന്നുള്ള പ്രയോഗമാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രകൃതിയിൽ ഉണ്ടായിരിക്കേണ്ട വസ്തുക്കളെ അടിച്ച് ഒതുക്കിയും ഇടിച്ച് നിരത്തിയും ഒക്കെ മനുഷ്യന്മാർ കടന്നു പോകുമ്പോൾ പരിശുദ്ധ ഖുർആൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഈ വചനത്തെക്കുറിച്ച് നമ്മളൊന്ന് നമ്മളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്, നാം പുണ്യത്തിന് വേണ്ടി ഓതിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനിൽ ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ മഴ വർഷിക്കുന്നതിനെ സംബന്ധിച്ചും വർഷിപ്പിക്കുന്നതിനെ സംബന്ധിച്ചും അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖുർആനിൻ്റെ ചില പ്രയോഗങ്ങളുണ്ട്. എവിടെ എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഒക്കെ അള്ളാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ കുറിച്ചിട്ടാണ്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ മനുഷ്യന്മാരോട് മൊത്തം വിളിച്ച് പറയുന്നൊരു രീതി പരിശുദ്ധ ഖുർആനുണ്ട്. വിശ്വാസികളെ എന്ന് വിളിച്ച് പറയുന്ന രീതിയോടൊപ്പം അവിശ്വാസികളെ എന്ന് പറയുന്ന പ്രയോഗങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. ഇവിടെ അള്ളാഹു പ്രയോഗിച്ചത് യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യന്മാരെ, ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്, ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചതായ രക്ഷിതാവിനോട് നിങ്ങൾ ആരാധനകൾ ചെയ്യണം. പടച്ചവന്റെ ഒരു നിർദ്ദേശമാണത്. ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച, നിങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച റബ്ബിനോട്, ആ നാഥനോട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ബോധിപ്പിക്കണം. പടച്ചവനോട് പറയേണ്ടത് അദൃശ്യമായ കാര്യങ്ങൾ റബ്ബിനോട് മാത്രമേ പറയാൻ പാടുള്ളൂ. നിങ്ങൾക്കറിയാലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ 23 വർഷക്കാലത്തെ പ്രബോധനത്തിൽ ഏറിയ പങ്കും മക്കയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം കഴിച്ചു കൂട്ടിയത്. അവിടെ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നാടുവിടേണ്ടി വന്നതും പോകേണ്ടി വന്നതുമൊക്കെ ഏതെങ്കിലും ഒരു അതിർത്തി തർക്കത്തിൻ്റെ പേരിലായിരുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പച്ച മലയാളത്തിൽ പറയുന്നത് പോലെ ഒരു പെണ്ണുകേസിൻ്റെ പേരിലായിരുന്നില്ല. ഒരുപാട് ഓഫറുകൾ നൽകപ്പെട്ടിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ഒരു ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെ ഒന്ന് നീങ്ങിപ്പോവുകയായിരുന്നെങ്കിൽ, അങ്ങനെയൊന്ന് ഞങ്ങളോടൊന്ന് സഹകരിക്കുകയാണെങ്കിൽ ഈ
നാട് മുഹമ്മദേ, അങ്ങനെയാണ് അവർ വിളിച്ചിരുന്നത്, പ്രവാചകനൊന്നുമല്ല. മുഹമ്മദേ, നീ നാട് വിടേണ്ടി വരികയില്ല. എല്ലാ സംരക്ഷണത്തോടുകൂടിയും എല്ലാ സൗകര്യങ്ങളോടുകൂടിയും നിനക്കിവിടെ സഹവസിച്ച് നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൗത്യം ഏറിക്കൊണ്ട് ആ നാട്ടിൽ നിന്ന് പലായനം ചെയ്തു പോയ രംഗങ്ങൾ നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ചില അക്രമങ്ങളും അനീതികളും ഒക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സുകളിൽ തോന്നിപ്പോകുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഭരണകർത്താക്കളുടെയോ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെയോ അല്ലെങ്കിൽ ജനങ്ങളുടെ ദുഷിപ്പിൻ്റെയോ ഫലമായി നേരിട്ടേക്കാവുന്ന ചില പ്രയാസങ്ങളാണെന്ന് വരെ നമ്മൾ ഈ സന്ദർഭത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നുണ്ട്. അതിലൊന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ഒട്ടേറെ വന്ന പ്രവാചകന്മാർ നമ്മളോട് പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അതിൽ അതിപ്രധാനിയായ ഒരു പ്രവാചകനായിരുന്നല്ലോ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. തൻ്റെ പ്രബോധനത്തിൽ അദ്ദേഹം പറയുന്ന വാക്കുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സൂറത്ത് തന്നെയുണ്ട്. ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം എന്ന് തുടങ്ങുന്ന ഒരധ്യായം സൂറത്ത് നൂഹ് എന്നാണ് ആ അധ്യായത്തിൻ്റെ പേര്. ആ അധ്യായത്തിൽ അദ്ദേഹം തൻ്റെ ജനതയെ ഉത്ബോധിപ്പിച്ചപ്പോൾ ഒരു സമൂഹത്തെ ആദ്യമായിട്ട് ഉത്ബോധിപ്പിക്കേണ്ട വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാണ്, അല്ലേ? നമ്മളിങ്ങനെ മനുഷ്യന്മാർ നമസ്കരിക്കുന്നുണ്ടോ? നമസ്കരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് പുണ്യമുണ്ടോ? അത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഓടിപ്പോകുന്ന വണ്ടിയുടെ സ്പീഡ് കുറക്കാൻ വേണ്ടി ഇടക്ക് വെച്ച് പ്രത്യക്ഷപ്പെട്ട ഔലിയെ കാണുമ്പോൾ മഹത്വം പറയുമ്പോൾ പറയുന്ന അല്ലാഹു അക്ബർ അല്ല, ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ അല്ലാഹു അക്ബർ. അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി ഇന്ന കാര്യം സാധിച്ചു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് കേൾക്കുമ്പോൾ കൂട്ടത്തിൽ ആർപ്പുവിളിയോടുകൂടി പറയുന്ന അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലാഹും തക്ബീർ ധ്വനികളുമല്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ ധ്വനിയിൽ അള്ളാഹുവിന് കൊടുക്കേണ്ട ചില കഴിവുകളെയാണ് അവിടെ പറയുന്നത്. നമുക്കറിയാലോ, പല സന്ദർഭത്തിലും എടുത്തു പറഞ്ഞ ദാത്ത്, സിഫാത്ത്, അഫ്ആല് തുടങ്ങിയിട്ടുള്ള കഴിവുകൾ, അല്ലേ? അവന്റെ സത്തയിലും പ്രവർത്തനങ്ങളിലും അമാലിലുമൊക്കെ അള്ളാഹുവിന് മാത്രമുള്ള കഴിവുകൾ നമുക്ക് അനുഭവപ്പെട്ടല്ലേ? ഈ അടുത്ത സമയങ്ങളിലായിട്ട് നമുക്ക് അനുഭവപ്പെട്ടില്ലേ? ഇന്നിങ്ങനെ മഴ പെയ്യിപ്പിക്കാനുള്ള ക്ലൗഡ് സീഡൊക്കെ ഉണ്ട്. ദുബായ് പോലുള്ള രാജ്യങ്ങൾ അതിനെ പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ പരീക്ഷിച്ചിട്ട് ചെറുതായിട്ടൊക്കെ അതിൻ്റെ ഫലങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടാവും. പക്ഷെ ആ പരീക്ഷണം അള്ളാഹു ശരിക്കും അങ്ങോട്ട് കണ്ടു. നമ്മൾ കണ്ടില്ലേ, ദുബായ് ഒരു പ്രളയ കേന്ദ്രമായി. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ അവിടെ മഴ വർഷിച്ചപ്പോ ദുബായിയും സൗദിയും ഒമാനുമൊക്കെ ഒന്ന് പ്രളയത്തിലൊന്ന് ആടി ഒലഞ്ഞു. റബ്ബ് അതിൽ ഇടപെട്ടു. അതിനെ തടയാൻ ആർക്കും കഴിഞ്ഞിട്ടുണ്ടായില്ല. ഒരു ഔലിയക്കും ഒരു പൂജാരിക്കും ഒരു കാർമ്മികനും അല്ലെങ്കിൽ ഒരു വൈദികനും ഒരു മുസ്ലിയാർക്കും നമ്മളൊക്കെ ഇങ്ങനെ സഹായങ്ങളും മറ്റൊക്കെ അഭ്യർത്ഥിച്ചു പോകുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊന്നും അതിനെ തൽക്കാലം ഒന്ന് നിൽക്കട്ടെ ഒന്ന് പറയാൻ കഴിഞ്ഞില്ല. അതവിടെ അള്ളാഹു തന്നെ ഉദ്ദേശിക്കണം. അതാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ച ആ രക്ഷിതാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. എന്നിട്ട് നിർത്തിയില്ല അല്ലാഹു. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ, ഭൂമിയെ വിരിപ്പാക്കി തന്നു. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ, ആകാശത്തിൽ എടുപ്പാക്കി തന്നു. ഫഅൻസല മിനസ്സമാഇ മാഅൻ, ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് അല്ലാഹു വെള്ളമിറക്കി തന്നു. നിങ്ങളൊന്ന് നോക്കേ,
പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം ഒന്ന് നോക്കേ. മുഹമ്മദിന് ഒറ്റയ്ക്ക് പറയാനൊന്നും കഴിയില്ല. മുഹമ്മദ് എന്ന ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതൊറ്റയ്ക്ക് പറയാൻ കഴിയില്ല. പലരും ഇത് മുഹമ്മദിന്റെ വചനം എന്ന് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത്, ഈ വചനങ്ങളെ കുറിച്ച് പറഞ്ഞത്, വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ. അള്ളാഹുവിന്റെ വഹിയില്ലാതെ ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ കഴിയാത്തവരാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ. അറിയാലോ, പലതും കാണാത്ത സംഭവങ്ങളെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. കടലിന്റെ ആഴക്കടലിലുള്ള ചിപ്പികളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഓരോ ഘട്ടങ്ങളിലൂടെ ശാസ്ത്രം ഇങ്ങനെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകം അവസാനിക്കുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകം അവസാനിക്കും ഒരു ദിവസം, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. അതാണ് ഫഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ അതിൽ നിന്ന് അള്ളാഹു മുളപ്പിച്ചു കൊടുക്കും. ഇന്ന് നമുക്കറിയാം, ഒരു പ്രദേശത്ത് ഒരു വർഷം അങ്ങനെ മഴയില്ല, ഒരു 6 മാസം അല്ലെങ്കിൽ 3 മാസം മഴയില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. ഭൂമിയിൽ ആവശ്യമായ കുടിവെള്ളം നമുക്ക് കിട്ടാണ്ടായി പോകും. വേണ്ട, ഈ കുറച്ച് സമയങ്ങളിൽ മഴയില്ലാതെ വന്നപ്പോ നമ്മുടെ മനുഷ്യന്മാർക്കൊരു അഹങ്കാരമുണ്ട്. വെള്ളം കുടിക്കാനില്ലെങ്കിൽ നമുക്ക് കാശ് കൊടുത്ത് വെള്ളം വാങ്ങാം. പണത്തിന്റെ നമ്മുടെ കൊഴുപ്പ് കൊണ്ട് നമുക്ക് വെള്ളം വാങ്ങാൻ സാധിക്കും. കുടിക്കാനല്ല കുളിക്കാനും നമുക്ക് വെള്ളം കിട്ടും. പക്ഷേ ഈ അടുത്ത് നടന്ന പരീക്ഷണങ്ങളിൽ നമ്മൾ കണ്ടില്ലേ, കിണറിലൊക്കെ വെള്ളം താഴ്ന്നുപോയി, കിണറുകളൊക്കെ വറ്റി, അവസാനം കുഴൽക്കിണർ, അവസാനത്തെ അടവാണ് കുഴൽക്കിണർ. ഭൂഗർഭജലം എടുക്കുക, അതും കലങ്ങിപ്പോയി വീണ്ടും ഫിൽറ്റർ വെക്കണമെന്നായി. അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവപ്പെടുമെന്നായി. എത്രയോ അതിരുകളില്ലാതെ, എത്രയോ കണക്കില്ലാതെ സുലഭമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ പ്രദേശത്ത് അല്ലാഹു എത്രയോ ജലം നമുക്ക് ഇറക്കി തന്നിട്ടുണ്ട്. ആ റബ്ബിനെ കൈവെടിഞ്ഞിട്ടാണ്, ആ റബ്ബിനെ ഒഴിവാക്കിയിട്ടാണ് മഴ കിട്ടാനും അതുപോലെയുള്ള ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുമൊക്കെ നമ്മുടെ തേട്ടങ്ങളുമായിട്ട് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സഹോദരന്മാരെ, നൂഹ് നബി അലൈഹി ഇസ്ലാം തന്റെ പ്രബോധനം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഉണർത്തിയത് ഇപ്രകാരമാണ്, അലൈക്കും മിദ്റാറ. ഞാൻ ആ ആയത്തിന്റെ പ്രബോധന രീതിയിൽ അദ്ദേഹത്തിന്റെ സങ്കടങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നമുക്കൊരു ഖുത്ബയിൽ അത് നിൽക്കില്ലല്ലോ, പറഞ്ഞ് സങ്കടങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, അലൈക്കും മിദ്റാറ, അള്ളാഹു നിങ്ങൾക്ക് ആവശ്യമായ മഴകൾ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് ഇറക്കി തന്നില്ലേ? പഠിച്ചവന്റെ ചോദ്യമാണ്. ചോദ്യം അദ്ദേഹം എടുത്ത് പറയുകയാണ്. എല്ലാ പ്രവാചകന്മാർക്കും വചനങ്ങൾ ഇറക്കിക്കൊടുത്ത് നൂഹ് നബി അലൈഹി ഇസ്ലാമിനും അദ്ദേഹം തന്റെ അനുയായികളോട് ചോദിക്കുന്ന ചോദ്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അലൈക്കും മിദ്റാറ, സമൃദ്ധിയായി ആവശ്യത്തിനനുസരിച്ച് അല്ലാഹു നിങ്ങൾക്ക് മഴ ഇറക്കി തന്നില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. വയുംദിദുകും ബി അംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. എന്തൊരു രസകരമായിട്ടാണല്ലേ പരിശുദ്ധ ഖുർആൻ ഇത് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഈ പരിശുദ്ധ ഖുർആനിന്റെ അകം ഒന്ന് പഠിക്കാൻ, അതിൻ്റെ ഉള്ളൊന്ന് പഠിക്കാൻ തയ്യാറാകാത്തതിൻ്റെ കുഴപ്പമാണ് മനുഷ്യന്മാരിലേക്ക് ഇങ്ങനെ കടന്നുകൂടിയിട്ടില്ല. എത്രയോ രസകരമായി നമ്മളതൊന്ന് ശ്രമിച്ചു നോക്കിയാൽ നമുക്ക് എത്രയോ രസകരമായി നമുക്കതിൻ്റെ സാഹിത്യങ്ങളും അതിൻ്റെ ആശയങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും ഇന്ന് ഭൗതികമായ സാഹചര്യങ്ങളിൽ മനുഷ്യന്മാർക്കുണ്ടായിട്ടുള്ള പ്രയാസങ്ങളുമൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അംവാലിൻ, നിങ്ങളെ പോഷിപ്പിക്കും, നിങ്ങളുടെ ധനങ്ങളെ പോഷിപ്പിക്കും. നിങ്ങളുടെ ധനങ്ങളെയൊക്കെ അല്ലാഹു പോഷിപ്പിച്ചു തരും. വബനീന, നിങ്ങളുടെ സന്താനങ്ങളെയും അല്ലാഹു ഉന്നത നിലയിലാക്കും.
നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കൂ എന്നുള്ളൊരു സന്ദേശവുമായിട്ട് 950 വർഷക്കാലം നൂഹ് നബിയുടെ പ്രബോധന കാലയളവ് നിങ്ങൾക്കറിയാം, ഞാൻ പറയാതെ തന്നെ. നിങ്ങൾക്ക് അവിടെ ഉൾപ്പെടുത്തരും, തോട്ടങ്ങൾ തരും, നിങ്ങൾക്ക് തോട്ടങ്ങൾ തരും, അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ സന്താനങ്ങൾക്ക് ജീവിക്കാനുള്ള ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും അല്ലാഹു നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരും. ഇതൊക്കെ അവരോട് പറഞ്ഞ സന്ദർഭങ്ങൾ നമുക്കറിയാം. എന്നിട്ട് അല്ലാഹു അവർക്ക് നൽകിയ ശിക്ഷയെ കുറിച്ചിട്ട് നമുക്കറിയാം. പറയുമ്പോൾ സൗകര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ പറയുമ്പോൾ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ നശിച്ചുപോയ ഒരു പ്രളയത്തിൽ നശിച്ചുപോയ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അദ്ദേഹം സങ്കടപ്പെട്ടുകൊണ്ട് രാവും പകലും നമ്മളൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഇനിയിപ്പോൾ ഇത് എന്തിനാണിത് പറഞ്ഞിട്ട്, ഇനിയിപ്പോൾ ഇത് എത്ര കാലങ്ങളായി ഇത് പറയാൻ തുടങ്ങിയിട്ട്, ജനങ്ങൾക്ക് ഇത് കേട്ട് മടുക്കില്ല സഹോദരന്മാരെ. നമുക്കൊരു ബേസ് ഉണ്ടായിരിക്കണം, എപ്പോഴും നമുക്ക് ചിത്രം വരയ്ക്കാൻ ഒരു കളമുണ്ടായിരിക്കണം, ചുമരുണ്ടായിരിക്കണം. മടുക്കില്ല ഒരിക്കലും. കാരണം പ്രവാചകന്മാരുടെ മാതൃക ഏതാണ്? കൂണുകൾ പോലെ ജാറങ്ങളും അതുപോലെ തന്നെ മറ്റ് ചികിത്സാ കേന്ദ്രങ്ങളുമൊക്കെ വന്ന് കൊണ്ടിരിക്കുകയാണ്. ഭരണകൂടത്തെ പേടിച്ച് രഹസ്യമായിട്ടും വീടുകളുടെ അറകളിൽ ചെന്ന് മുസ്ലിം കുടുംബത്തിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അടുത്ത് ചെന്ന് ഇറങ്ങിപ്പോയപ്പോൾ ആക്സിഡന്റിൽ മരിച്ച സംഭവങ്ങൾ നമ്മുടെ തൊട്ട അയൽവക്കത്ത് ഉണ്ടായിട്ടുണ്ട്. എവിടെ പോയി എന്ന് അന്വേഷിച്ചപ്പോൾ പറയുന്നത് നമുക്കെല്ലാവരും കണക്കാണ്. മുസ്ലിം ആണെങ്കിലും ആ പേര് മുസ്ലിമിൻ്റെതാണെങ്കിലും ഇത്തരത്തിലുള്ള കർമ്മങ്ങൾക്ക് പോകുന്നത് ആരായിരുന്നാലും ശരി, നമുക്ക് അവരൊക്കെ കണക്കാണ്. പക്ഷേ മുസ്ലിം പേരല്ലാത്ത ഒരു ബഹുദൈവ ആരാധകരെ അടുത്ത് പോയി തിരിച്ചു വരുമ്പോഴാണ് ഒരു ആക്സിഡന്റ് ഉണ്ടായത്. അതുകൊണ്ടുണ്ടായതാണെന്നല്ല നമ്മൾ പറയുന്നത്. ചിലപ്പോൾ നല്ല കാര്യങ്ങൾക്ക് പോയിട്ട് വരുമ്പോഴാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ്. പക്ഷേ ശിക്ഷയായിട്ട് തെറ്റായ മാർഗത്തിലൂടെ, ചീത്തയായ മാർഗത്തിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ നമുക്ക് തോന്നിപ്പോവുകയാണ്, ഇത് അള്ളാഹു നൽകുന്ന ശിക്ഷയാണോ എന്ന് തോന്നിപ്പോവുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യന്മാരുടെ കരങ്ങൾ പ്രവർത്തിച്ച അക്രമങ്ങൾ നിമിത്തം ആണ് നാശങ്ങൾ അകപ്പെട്ടു എന്ന് പറയുന്നത്. റബ്ബ് നമ്മളോട് ഉണർത്തുന്ന ചില കാര്യങ്ങളുണ്ട് സഹോദരന്മാരെ. നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്കെല്ലാം എന്ത് വേണമെങ്കിലും ചിന്തിക്കാൻ കഴിവുള്ളവരാണ് മനുഷ്യന്മാർ. അല്ലാഹു നമ്മളോട് പറയുന്നുണ്ട്, കുൽ നബിയെ, താങ്കളൊന്ന് പറഞ്ഞു കൊടുക്കണം, ഫിൽ അർളി കുൽ സീറു ഫിൽ അർളി ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലു കാന അക്സറുഹും മുശ്രികീൻ. തുടർന്ന് വരുന്ന ആയത്തിൽ ഇങ്ങനെ പറയുന്ന, നിങ്ങൾ ഭൂമിയിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കേ, അവരുടെ പ്രവർത്തനങ്ങളുടെ അവരുടെ അക്രമങ്ങൾ നിമിത്തം അവർ പ്രവർത്തിച്ചത് കൊണ്ട് അവർക്ക് നാശങ്ങൾ, അവരുടെ അനന്തരഫലങ്ങൾ എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ പറയുന്ന കാന അക്സറുഹും മുശ്രികീൻ, അവരധികം ആളുകളും മുശ്രിക്കുകളാണ്. ഇന്ന് ഒരു സമൂഹം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇത്തരത്തിലുള്ള ബഹുദൈവ വിശ്വാസങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളിൽ നിന്നുള്ള ക്രൂരതകളുടെ പേരിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ്. പക്ഷെ അല്ലാഹു പറയുന്നുണ്ട് നമ്മളോട്, നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങളുടെ ഈമാനിന്റെ, എന്റെയും നിങ്ങളുടെയും ഒക്കെ ഈമാനിന്റെ ഉറപ്പുകളെയാണ് അല്ലാഹു അവിടെ നോക്കുന്നത്. പരീക്ഷണങ്ങളാണ് ഒരു വിശ്വാസിക്കുണ്ടാകുന്നത്. അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് ഉണർത്തിയില്ലേ, അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളോട് ഉണർത്തിയില്ലേ, വിശ്വാസിയുടെ ഒരു കാലിൽ മുള്ള് തറക്കുന്നത് പോലും അവന് അനുഗ്രഹമായിരിക്കുന്നുവെന്ന്. ചിലപ്പോൾ ആ ചെറിയ ഒരു മുള്ളായിരിക്കും വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള കാരണമായിട്ട് വെക്കുന്നത്. അപ്പൊ ചില പരീക്ഷണങ്ങൾ അള്ളാഹു നമ്മളിലേക്ക് ഇട്ടുതരും. ആ പരീക്ഷണങ്ങളെയൊക്കെ അതിജയിച്ച്
മനുഷ്യൻ മുന്നേറുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, സഹാബിവര്യന്മാരുടെ ചരിത്രത്തിൽ കുരിശിൽ തറച്ച് പീഡനങ്ങൾക്കിരയാക്കി അവസാനമായി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് 2 റക്അത്ത് നമസ്കരിച്ച് പ്രാർത്ഥിക്കേണ്ട അല്ലാഹു അഹദ് എന്ന ആ കീർത്തനങ്ങൾ മുഴക്കിയ സഹാബിവര്യന്മാരുടെ ചരിത്രമാണ് നമുക്ക് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന ചരിത്രം. ആ സംഭവങ്ങളാണ്. ഇതൊന്നും നടക്കാത്തൊരു സംഭവങ്ങളല്ല. നമ്മളിപ്പോൾ യഥേഷ്ടം പോകുന്ന മക്കയിലും പരിസര പ്രദേശങ്ങളിലും ഇസ്ലാമിൻ്റെ പ്രബോധനങ്ങൾ എത്തിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ തൻ്റെ ദൗത്യവുമായി നിറവേറ്റിയപ്പോൾ അവിടെ അനുഭവിച്ച സഹാബിവര്യന്മാരുടെ ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും കഥകളാണ്. അവർ ഇന്ന് ഷഹീദിൻ്റെ കൂലി വാങ്ങി അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്നുള്ള ഒരു സത്യം നമ്മുടെ മനസ്സിൽ വായ കൊണ്ട് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ എത്രമാത്രം ആഴത്തിലേക്ക് നമ്മുടെ വിശ്വാസങ്ങൾ കടന്നു പോയിട്ടുണ്ടെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് സംശയം തോന്നിപ്പോവുകയാണ്. കുടുംബങ്ങൾക്ക് വേണ്ടി, ബന്ധുക്കളെ തൃപ്തിപ്പെടുത്താൻ, അല്ലെങ്കിൽ ചെയ്യുന്നവർ ചെയ്തു കൊള്ളട്ടെ, എന്തിനാണ് നമ്മളിങ്ങനെ അവരെ ആദ്യം നമസ്കരിക്കാനും നോമ്പ് പിടിക്കാനും സക്കാത്ത് കൊടുക്കാനും മറ്റു നല്ല കർമ്മങ്ങൾ ചെയ്യാനും പറഞ്ഞ് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുവാനും ശ്രമിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നവരോടും പറയുന്നവരോടും നമ്മൾ പറയേണ്ടത്, ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഷഹാദത്ത് കലിമയാണ്. ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഷഹാദത്ത് കലിമയാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമസ്കാരത്തെക്കുറിച്ച് ഉണർത്തിയത്. നമുക്കറിയാം, അതൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്, നദികളുണ്ടായത് കൊണ്ടോ സഹ്യപർവ്വതം ഉണ്ടായത് കൊണ്ടോ അല്ലെങ്കിൽ കൃത്രിമമായി മഴ പെയ്യിപ്പിച്ച് നമുക്ക് വെള്ളം സമ്പാദിക്കാമെന്നുള്ള മോഹം കൊണ്ടോ ഇതൊന്നും ഈ ദുനിയാവില് നടക്കുമെന്ന് തോന്നുന്നില്ല. ചില കാരണങ്ങൾ, ചില നിമിത്തങ്ങൾ, ചിലതൊക്കെ ശാസ്ത്രീയമായി പറയുന്നുണ്ട്. എങ്കിലും അള്ളാഹുവിൻ്റെ ചില വചനങ്ങൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചില പരീക്ഷണങ്ങൾ അള്ളാഹു നമ്മളെ ഒന്ന് കൂട്ടിപ്പിടിക്കും, ഒന്ന് മുറുക്കും. റബ്ബ് നമ്മളെ ഒന്ന് മുറുക്കും, എന്നിട്ടൊന്ന് വരിഞ്ഞു മുറുക്കി നമ്മളെ ഒന്ന് പരീക്ഷിക്കും. നാഥൻ, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം. നിന്റെ നാഥന്റെ നാമം നീ വാഴ്ത്തിക്കൊണ്ട് ഏത് സന്ദർഭത്തിലും ഏത് ഘട്ടങ്ങളിലും നിന്റെ നാഥന്റെ നാമം നീ വാഴ്ത്തിക്കൊണ്ട് നീ ഉച്ചരിച്ചുകൊണ്ട് നിന്റെ റബ്ബിനോട് നീ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചു വരുമ്പോൾ സങ്കടപ്പെട്ട് ഖേദിച്ച് എത്രയോ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയ സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലില്ലേ? നിങ്ങൾ പറഞ്ഞിട്ടില്ല, ഞാൻ ഇന്നലെ മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു കേട്ടോ. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിഷമങ്ങളൊക്കെ വന്നപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ രാത്രി ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് വിഷമം തട്ടണം. നമുക്ക് വിഷമം തട്ടുമ്പോൾ നമ്മൾ ആ രാത്രി മുഴുവൻ നമുക്ക് ഉറക്കം കിട്ടൂല. പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമുക്ക് ഉറക്കം കിട്ടൂല. അപ്പോ വിശ്വാസി അങ്ങനെയല്ല. വിശ്വാസി ചെയ്യുന്നത് ഇരുന്ന് റബ്ബിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ അവനൊരു സമാധാനം കിട്ടും. അവൻ്റെ ഉള്ളിലേക്ക് ആ വിഷമങ്ങൾ ചിലപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമായിട്ടാണ് എന്നിലേക്ക് വന്നത് എന്നുള്ളൊരു ആശ്വാസം മനസ്സിലേക്ക് കടന്നു വരും. ആ ആശ്വാസമാണ് ഈമാൻ. ആ ആശ്വാസമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുള്ള വിശ്വാസം. ആ ഈമാനാണ്. ആ ഈമാനിൻ്റെ ഒന്നാമത്തെ ഘടകമാണ് 2 രംഗത്തും അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. 6, 5, 11 കാര്യങ്ങൾ പഠിച്ച തമ്പുരാൻ നമുക്ക് എണ്ണീട്ടില്ലേ? നമ്മൾ മദ്രസകളിൽ ഇങ്ങനെ പഠിച്ചു വന്നിട്ടില്ലേ? അതിലൊന്നാമത്തേത് ഷഹാദത്ത് കലിമയാണെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു അല്ലെങ്കിൽ വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുള്ളാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഈമാൻ കാര്യങ്ങളിൽ പറഞ്ഞ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നൊരു വിശ്വാസമായിരിക്കണം. പ്രിയമുള്ളവരെ, അത്തരത്തിലുള്ള വിശ്വാസം, ആഴ്ന്നിറങ്ങുന്ന വിശ്വാസത്തിലൂടെ
ജീവിച്ചു പോരാൻ നമുക്ക് കഴിയണം. ജീവിച്ചു പോരാൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ച് കാണിക്കാൻ നമുക്ക് കഴിയണം. ആ പ്രവർത്തിച്ച് കാണിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകാത്ത മഴയും ആ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് താനെ ഉയർന്നെഴുന്നേൽക്കും, ഉയർന്നു വരും. അത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാനു വൽ അഖ്വാത്ത് ഉസീകും സാനി ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരിമാരെ, റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ സത്യവിശ്വാസികളായി ജീവിച്ച് മരിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മുടെ പള്ളികളൊക്കെ സാധാരണഗതിയിൽ നടന്നു പോകുന്നത് നമ്മളൊക്കെ കൊടുക്കുന്ന വരുമാനങ്ങൾ കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളെ പള്ളിയുടെ ദൈനംദിനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നത് നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള, അനുഗ്രഹിച്ച് തന്നിട്ടുള്ള നമ്മുടെ സക്കാത്തിൻ്റെ വിഹിതമോ നമ്മുടെ സദക്കയുടെ വിഹിതമോ ഒക്കെ കൊടുത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പള്ളി ഫണ്ട് പല സ്ഥലത്തും പല പള്ളികളും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ രൂപത്തിൽ തന്നെയായിരിക്കും. പ്രത്യേകമായ വരുമാനങ്ങളോ മറ്റൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരു പള്ളി പരിപാലിച്ചു കൊണ്ടുപോകാനും അതിൻ്റെ ദൈനംദിനമുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങുവാനൊക്കെ സഹായങ്ങൾ ആവശ്യമാണെന്ന് നിങ്ങൾ മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നിങ്ങൾ സ്ഥിരമായി നൽകണം. എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കണക്കാക്കി, നമ്മളിങ്ങനെ പുറത്തുനിന്നൊക്കെ നമുക്ക് ആവശ്യമായി വരുമ്പോൾ നമ്മൾ ചായ കുടിക്കും, നമ്മൾ പെട്രോൾ അടിക്കും, നമ്മുടെ മറ്റു ആവശ്യങ്ങൾ നിർവഹിക്കും. ഇതിനൊക്കെ നമുക്ക് ഇതുണ്ട്. നമ്മളൊന്ന് അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഒരു മാസത്തിൽ നമ്മൾ എത്ര പൈസ പോകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മുടെ കയ്യിൽ നിന്നുള്ള ആ ധനത്തിൽ നിന്ന് എത്ര പൈസ നമ്മൾ ഫീ സബീലില്ല നാളെ പരലോകത്തേക്ക് വേണ്ടിയുള്ള ഒരു കുറിയായിട്ട്, പരലോകത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുറിയാണ് നാം ഇന്ന് ചെയ്യുന്ന ഓരോ സദക്കകളും, ഓരോ ജീവകാരുണ്യ പ്രവർത്തനം. പള്ളിയുടേത് മാത്രമല്ല, ഓരോ ജീവകാരുണ്യ പ്രവർത്തനവും. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ പള്ളിയിൽ നിന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് കൂട്ടിയിട്ടൊക്കെ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ നിങ്ങളോട് ഓർമ്മിപ്പിച്ചത്. പള്ളി പരിപാലന ഫണ്ടിലേക്ക് നിങ്ങൾ ഉദാരമായി സംഭാവന ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഏറ്റിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി അള്ളാഹു അത് എളുപ്പമാക്കി തരട്ടെ. അള്ളാഹു ഈ മഴ ഇല്ലാതെ കാലവർഷം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ മെയിലും ജൂണോടുകൂടി മഴ പെയ്തില്ലെങ്കിൽ ആകെ കേരളം പ്രയാസപ്പെടുമെന്നാണ്, അല്ലേ? അത്രയും പ്രയാസങ്ങൾ ശാസ്ത്രീയമായിട്ട് ഒരു ഭൂമിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, പടച്ചതമ്പുരാൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്, റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അല്ലാഹു നമുക്ക് മഴ വർഷിപ്പിച്ചു തരും. നമ്മൾ അകമഴിഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അസ്ഖിന, അല്ലാഹുമ്മ അസ്ഖിന, അല്ലാഹുമ്മ അസ്ഖിന, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിച്ച് തരണമേ, ഗൈസൻ മുഗീസൻ മുരിയൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനകൾ നമുക്കറിയാം. നമ്മളെല്ലാ സമയവും, അല്ലേ? മഴ അധികമായാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട്, അപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയുന്ന ഭാഷയിൽ. റബ്ബിന് അങ്ങനെ ഒരു ഭാഷ മാത്രം തിരിയുന്നതല്ലല്ലോ നമ്മുടെ റബ്ബ്. എല്ലാം മനസ്സിലാക്കുന്ന, എല്ലാം അറിയുന്നവനാണ് റബ്ബ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള സന്ദർഭത്തിൽ റബ്ബിനോട് നമ്മൾ കേൾക്കണം. പക്ഷെ ചോദിക്കുന്നത് റബ്ബിനോടാണെന്ന് മാത്രം. സമയം ഇങ്ങനെ ദീർഘിപ്പിച്ചു പോയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭ്യമാകുന്ന അനുഗ്രഹീതരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ, ജീവിതത്തിൽ വന്നിട്ടുള്ള മനുഷ്യൻ എന്നുള്ള നിലക്കുള്ള പോരായ്മകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗബാധിതരായിട്ടും ഏകദൈവ വിശ്വാസം അടിയുറച്ചുകൊണ്ട് നമ്മളിലേക്ക് എത്തിപ്പെടുന്ന ആളുകൾ,
നമ്മുടെ ഈ പ്രവർത്തനത്തിൽ കൂട്ടായ്മയിൽ സജ്ജമായി നിൽക്കുന്ന ആളുകൾക്കൊക്കെ അല്ലാഹു എല്ലാവിധ ആരോഗ്യമുള്ള ദീർഘായുസ്സും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.